ഹായ്. അപ്പം ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ കണ്ണൂരുള്ള ഒരു ഫേമസ് മന്തിക്കടയാണ്. അപ്പോൾ ഈ മന്തിക്കട ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മുടെ കണ്ണൂർ മട്ടന്നൂർ റോഡിലുള്ള കാഞ്ഞിരോടുള്ള ദഹാബി മന്തിയാണ്. അപ്പം ദഹാബി മന്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബീഫ് മന്തിയാണ് മെയിനായിട്ട് ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള മന്തി. അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ മന്തിയും ബാക്കിയെല്ലാ ടൈപ്സ് ഓഫ് മന്തീസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ കണ്ണൂർ മട്ടന്നൂർ റോഡിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ഒട്ടകത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒട്ടകത്തിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മന്തിക്കട ഏതാണെന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്ന നമ്മുടെ കാഞ്ഞിരോടുള്ള കണ്ണൂർ റോഡിലുള്ള കാഞ്ഞിരോടുള്ള ദഹാബി മന്തിയാണ്. അപ്പം ഇവിടുത്തെ ഫുഡ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസും മെനൂസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ എന്താണ് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഉച്ചയ്ക്കാണ് പോയത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ നമ്മൾ ട്രൈ ചെയ്തത് പെരി അൽഫാം മന്തി, അതുപോലെ തന്നെ കുഴിമന്തിയും അതുപോലെ ബീഫ് മന്തിയാണ് ഇവിടുത്തെ നമ്മൾ ട്രൈ ചെയ്തത്. ഇവിടെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള മന്തീസ് വേറെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല റഷ്യയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ നമുക്കിവിടെ പാഴ്സൽസ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇന്ന് ഫുഡ് വിശേഷങ്ങൾ എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇവരെ മന്തി സെർവ് ചെയ്യുമ്പോൾ ആദ്യം നമുക്കൊരു സ്റ്റാർട്ടറായിട്ടൊരു സൂപ്പ് കിട്ടും. ഇതാണ് ആ സൂപ്പ്. അത് കഴിയുമ്പോൾ ഇവരുടെ തന്നെ ആയിട്ടുള്ള അച്ചാറും സലാഡും മയണൈസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അച്ചാർ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അച്ചാർ ടൈപ്പ് സാധനമാണ്. പക്ഷേ നല്ല കിടിലൻ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള സലാഡ്സും മയണൈസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇവിടുത്തെ എടുത്തു പറയുകയാണെങ്കിൽ ഇവിടുത്തെ ബീഫ് മന്തിയാണ് വെറൈറ്റി. ഇവിടെ ബീഫ് മന്തി ഒരു മസാല ടൈപ്പ് മന്തിയാണ് വരുന്നത്. ഇവിടെ വന്ന് കഴിച്ചവർക്ക് അറിയാമായിരിക്കും. ബീഫ് മന്തി ഒരു വെറൈറ്റി ടൈപ്പാണ്. നമ്മുടെ ഒരു സ്പെഷ്യൽ മസാല ടൈപ്പ് മന്തിയാണ് വരുന്നത്. ഇത് കുഴിമന്തി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെരി അൽഫാം മന്തി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പെരി അൽഫാം മന്തി ശരിക്കും സ്പൈസി ആയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. കുഴിമന്തി ഇഷ്ടപ്പെടുന്നവർക്ക് കുഴിമന്തിയും ശരിക്കും മസ്റ്റായി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് ഇവിടുത്തെ. പിന്നെ ബീഫ് മന്തിയാണ് എൻ്റെ ഫേവറേറ്റ്. ബീഫാണ് എൻ്റെ അടുത്ത ഫേവറേറ്റ്. അപ്പോൾ ഇവിടുത്തെ ബീഫ് കഴിക്കാൻ വന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ടുള്ള മസാല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബീഫ് മന്തി ട്രൈ ചെയ്യാൻ വേണ്ടി വന്നത്. ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മസാലയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു കൂട്ടായിട്ട് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ബീഫ് മന്തി വരുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഒരു മസാല പറ്റിയ ഒരു സ്പെഷ്യൽ പീസാണ് വരുന്നത്. ഒരു സ്പെഷ്യലായിട്ടൊരു ഗ്രേവി ടൈപ്പ് ഒരു മസാല ടൈപ്പാണ്. അപ്പോൾ ശരിക്കും ടേസ്റ്റിനായിട്ടൊരു കോമ്പിനേഷൻ തന്നെയാണ്. മന്തി ലവേഴ്സിനും ബീഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഐറ്റം തന്നെയാണിത്. മന്തി ലവേഴ്സ് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ദഹാബി മന്തി. പിന്നെ നമുക്ക് അൺലിമിറ്റഡ് റൈസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിവിടുത്തെ മെയിനായിട്ടുള്ള പെരി മന്തിയും അതുപോലെ തന്നെ കുഴിമന്തി അതുപോലെ തന്നെ ബീഫ് മന്തി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഒരു സ്റ്റാൻഡേർഡ് ഫുഡ് തന്നെയാണിത്. മന്തി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇവിടുത്തെ മന്തി ഐറ്റംസ് ഞാൻ ഇവിടെ മെനു ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ മന്തി, അൽഫാം മന്തി, പെരി മന്തി, ഹണി ചില്ലി മന്തി, പിന്നെ അൽഫാം ടൈപ്സും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ബീഫ് മന്തി ഉണ്ട്, ഗ്രിൽ ചിക്കൻ മന്തി ഉണ്ട്. ചിക്കൻ മന്തിയും പീസ് ഉള്ളിയായിട്ട് കിട്ടും. മട്ടൺ മന്തിയും പീസ് ഉള്ളി കിട്ടും. ബീഫ് മന്തിയിലും പീസ് മാത്രമായിട്ട് കിട്ടും.